നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ക്ഷേത്രമാകുന്ന ഈ കണ്ണാടിക്ക് കഴിയും. ഔ, വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ അല്ലേ ചാ? കേട്ടപ്പോ വീണ്ടും വീണ്ടും ഇങ്ങനെ കേൾക്കണം തോന്നുക. അങ്ങേരുടെ വാക്കുകളെ പണ്ഡിതനാ, മഹാപണ്ഡിതൻ. ഇവനെന്ത് എന്തെങ്കിലും ഒന്ന് മനസ്സമാനത്തോടെ കാണാന്ന് വെച്ചാ അപ്പൊ വരും. എന്നിട്ട് ഈ തോക്കെടുത്തുള്ള വെടിവെപ്പാ. ഒരല്പം മനസ്സമാനത്തിന് വേണ്ടിയാ ഇവിടെ വന്നിരിക്കുന്നത്. അതിന് സമ്മതിക്കില്ല വെച്ചാ വലിയ കഷ്ടമാണ്. എന്റെ രാഘവേട്ട, മനസ്സിന് സമാധാനം തരുന്ന പരിപാടി എന്ന് പറയുമ്പോ രാഘവേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നേ? എല്ലാ സ്ഥലത്തും കൊള്ളയും കൊലപാതകവും മാത്രമാ. ഇനി പിന്നെ വാർത്തയൊന്നും വെക്കാന്ന് കരുതിയാലോ? നാട്ടിൽ നടക്കുന്ന കാര്യം കേട്ടാ പിന്നെ ഉള്ള ഉറക്കവും പോവും. ആളുകൾക്ക് അത് മതിയല്ലോ. പത്രം എടുത്ത് നോക്കിയാലും കാണുന്ന വെട്ടുമുത്തും തന്നെ. നാട് നശിച്ചു, നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ല രാഘവേട്ടൻ, ഞാൻ ചിന്തിക്കായിരുന്നേ, നമ്മുടെ ഈ ഫോൺ ഇല്ലാതിരുന്ന കാലത്ത് മനുഷ്യൻ എങ്ങനെയാ ജീവിച്ചിരുന്നത്? നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാ ഈ ഫോൺ എന്ന് പറയുന്ന സംഗതി. രാഘവേട്ട, ഇന്ന് എന്റെ അവസ്ഥ കണ്ടില്ലേ? ഒന്നും ചെയ്യാനില്ലാതെ മുഷിച്ചിലായി പോയി. അല്ല, ഭാമയുടെ ഫോൺ എന്തിയെ? ആ, രാഘവേട്ടനോട് ഞാൻ പറഞ്ഞില്ലേ, ശ്യാമയുടെ കൈതട്ടി ഫോൺ താഴെ വീണെന്ന്. ഓ, രോഹിത് അത് ശരിയാക്കാന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോയിട്ടുണ്ട്. ആ. ഇനി കുറച്ചുനേരം നമുക്ക് ഈ പരിപാടി കാണാം. മനസ്സിന് അല്പം സമാധാനെങ്കിലും ഉണ്ടാവുമല്ലോ. മനസ്സിന് സമാധാനം ഉണ്ടാവണമെങ്കിലേ ആദ്യം നന്നാവേണ്ട മനസ്സ് തന്നെ. വല്ലതും പറഞ്ഞോ? രോഹിത് വരുന്നു പറഞ്ഞതാ. ആ, അവൻ കറക്റ്റായിട്ടൊന്നും പെട്ടില്ല. സത്യമായ ഡിസ്പ്ലേ മാറ്റേണ്ടി വന്നു. ഓ, ഫോൺ ശരിയായില്ലോടാ. എടാ, അറിയാവുന്ന ആൾക്കാരുടെ നമ്പർ മുഴുവൻ ഇതിനകത്താ. ആ, ഇതെന്താ ഇത് വെച്ചിരിക്കുന്നേ? രാഘവേട്ടനെ ശാന്തി സമാധാനവും നിറഞ്ഞ വാക്കുകൾ കേൾക്കണോന്ന്. അതിന് സന്യാസത്തോളം വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. കേക്കട്ടെ. എന്നിട്ട് ശിഷ്ടകാലം രാമേശ്വരത്തോ കാശിയിലോ പോയി ജീവിക്കട്ടെ. ഇക്കണക്കിന് പോയാ അതിനെ ചെല്ലണമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ എന്റെ ഇവിടുത്തെ സ്ഥാനം ഇങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ പ്രായം ചെന്നുള്ള അവസ്ഥ എന്തായിരിക്കും? ഓ, ഭീകരായിരിക്കും, ഭീകരം. ഡാ മക്കളെ, ഡാ അതൊന്ന് ഉറക്കം വെച്ചോളാ, ഞാനൊന്ന് കേക്കട്ടെ. നമ്മുടെ മനസ്സും ശരീരവും പ്രാർത്ഥനയിൽ ലയിപ്പിക്കുക, ചിന്തകളെയും പ്രാർത്ഥനയിൽ ലയിപ്പിക്കുക. ഈശ്വരന്റെ ലക്ഷ്യസ്ഥാനം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനാകുക. ഇതിൽ പരമാനന്ദം മറ്റെവിടെ നിന്നാണ് ലഭിക്കുക? ഞാനെന്നും എന്റേതെന്നും ഉൾപ്പെടെ സകലതും ത്യജിച്ച അവസ്ഥയാണ് സന്യാസം. അല്ല, ഇതെന്താ കുടുംബത്തോടെ എല്ലാരും ആത്മീയതയിലേക്ക് തിരിയാൻ പോവാണോ? അതെ, ഇന്നത്തെ കാലത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന മനസ്സമാനാണല്ലോ. അല്ല, അതില്ലെങ്കിൽ പിന്നെ എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം അല്ലേ? അദ്ദേഹം പറയുന്നത് അതിലേക്കുള്ള വഴിയാ. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉത്തമമായ സ്ഥലം ക്ഷേത്രം തന്നെയാണ്. ക്ഷേത്രം ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിലൂടെ നമ്മൾ കാണുന്നത് നമ്മളെ തന്നെയാണ്. നമ്മളിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളെ നീക്കി സ്വയം ശുദ്ധീകരിക്കാനും ക്ഷേത്രമാകുന്ന ഈ കണ്ണാടിക്ക് കഴിയും. ഔ, വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ അല്ലേ ചാ? കേട്ടപ്പോ വീണ്ടും വീണ്ടും ഇങ്ങനെ കേൾക്കണം തോന്നുക. അങ്ങേരുടെ വാക്കുകളെ പണ്ഡിതനാ, മഹാപണ്ഡിതൻ. ഇവനെന്ത് പണ്ഡിതനാ, എന്താ താടി മീശയും. ഇവനെന്താ പറ്റി?
നനഞ്ഞ കോഴി പോലെ അകത്തേ കയറി പോകുന്നുണ്ടല്ലോ. അച്ഛൻ ഇതുവരെ വിളിച്ചില്ലല്ലോ, എന്തായിരിക്കും? ജോലി തിരക്കുണ്ടാവോ, അതോ എന്നെ വിളിക്കാൻ മറന്നുപോയതാണോ? എന്താ ഇപ്പൊ ചെയ്യ? അച്ഛന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ എന്താ ഒരു വഴി? എന്താ അച്ഛ സത്യമോളെ വിളിക്കാത്തത്? ഒന്ന് വിളിക്കച്ചാ. സത്യമോളെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ. നീ ഇതുവരെ കുളിച്ചില്ലേ? നിന്നോട് പറഞ്ഞല്ലേ കുളിച്ച് റെഡിയാവാൻ. ഫോണിങ്ങി തന്നെ. പോയി റെഡിയാവ്. എവിടെ പോവാനാ അമ്മേ? നമ്മള് വേറെ വീട്ടിലേക്ക് താമസം മാറുക. അപ്പൊ ഈ വീടോ? ഇതിവിടെ ഉണ്ടാവും. ഇവിടെ ശാരദാമ്മയുണ്ടാവും. അപ്പൊ നമ്മൾ മാത്രം താമസം മാറുവാണോ? നമുക്ക് ശാരദാമ്മയും കൂടി കൊണ്ടുപോവാ അമ്മേ. ആഹാ, ശാരദാമ്മയ്ക്ക് ഇവിടെ ഹോട്ടലിന്റെ കാര്യമൊക്കെ നോക്കണ്ടേ മോളെ? പക്ഷെ ശാരദാമ്മ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരും മോളെ കാണാൻ. അതുപോലെ അച്ഛൻ വരും അങ്ങോട്ട്. പറയമ്മേ, വരുമോന്ന്? വരും. ഉറപ്പാണോ? ഉറപ്പ്. ഇപ്പൊ സന്തോഷായല്ലോ. എന്നാ പിന്നെ വേഗം പോയി റെഡിയാവ്. ഇപ്പൊ റെഡി ആയിട്ട് വരാവേ. മോളെ, ഇനിയൊന്നും ഒളിച്ചു വെക്കണ്ട. വിഷ്ണു കൂടി വന്നിട്ട് സത്യോടെ എല്ലാം തുറന്നു പറയണം. എന്നിട്ട് ഇനിയെങ്കിലും നിങ്ങൾ എല്ലാരും കൂടി സന്തോഷമായിട്ട് ജീവിക്ക്. സത്യയുടെ മനസ്സിപ്പോ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയാലേ അത് തിരിച്ചു പിടിക്കാൻ പറ്റൂ. അവളെ വിളിച്ച് സംസാരിക്കുന്നത് ആരാണെന്ന് അറിയണം. വിഷ്ണുവേട്ടൻ കൂടി വന്നിട്ടേ അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റൂ. വിളിക്കുന്ന ആളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയണമല്ലോ. ഇങ്ങനെയൊക്കെ വിളിക്കുന്നവർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന എന്തായിരിക്കും പറയാൻ പറ്റില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.